മെക്സിക്കോയിൽ നിന്ന് അവരെ അമേരിക്കയ്ക്ക് കടത്തി വിടണമെന്നുണ്ടെങ്കിൽ ഗ്യാങ്ങിനെ പറഞ്ഞ പേരുന്ന 3-4 ഗ്യാങ്ങുകളുണ്ട്. അതായത് ഗൾഫ് കർട്ടേൽ എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്, പിന്നെ ലൊസേത്താസ് എന്ന് പറഞ്ഞുണ്ട്. അങ്ങനെ 3-4 ഗ്യാങ്ങുകളുണ്ട്. ഓരോ ടെറിട്ടറി അവർ മാർക്ക് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ അമേരിക്കനിലേക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ അഭയാർത്ഥികൾ വരുന്നത് ഈ റൈനോസ് ഏരിയയിലാണ്. കാരണം ഈ പറഞ്ഞ പോലെ എൽ സാൽവദോർ, ഗോട്ടിമാല നമ്മളന്ന് കണ്ടായിരുന്നല്ലോ. അതേപോലെ ഈ മെക്സിക്കോയുടെ പാവപ്പെട്ട പ്രദേശങ്ങളിൽ നിന്ന് കൂടുതൽ ഈ മെക്സിക്കോയിലേക്ക് എത്തണത് എങ്ങനെയാണ്? മെക്സിക്കോയിൽ അതായത് സെൻട്രൽ അമേരിക്കയിൽ നിന്ന് സൗത്ത് അമേരിക്കയിലും വരുമല്ല. മെയിനായിട്ട് സൗത്ത് അമേരിക്ക വരുമ്പോൾ ഡാരിയൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞിട്ട് പാനമയുടെ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്രദേശമുണ്ട്. അത് കടന്നിട്ട് പാനമ കടന്നു, പിന്നെ കോസ്റ്ററിക്ക കടന്നു, എൽ സാൽവദോർ കടന്നു, അങ്ങനെ ആ ഒരു നിക്കരാഗോ ആ പ്രദേശങ്ങളുണ്ടല്ലോ അതെല്ലാം കടന്ന് ക്രോസ് ചെയ്തിട്ടാണ് വരുന്നത്. 25 ലക്ഷം 40 ലക്ഷം 50 ലക്ഷം രൂപയൊക്കെ മേടിച്ചിട്ട് ഓരോ ബോർഡറിലും ഗ്യാങ്ങുകൾക്ക് പൈസ കൊടുത്ത് ഓരോ ബോർഡറിലും കൊടുക്കണമല്ലേ? ഓരോ ബോർഡറിലും പൈസ കൊടുത്താൽ ഇച്ചിരി കൂടി ഈസിയാണ്. അല്ലെങ്കിൽ ഈ കഷ്ടപ്പെട്ട് നടന്ന് എങ്ങനെയാലും നടക്കണമെന്ന് തോന്നുന്നു. എങ്ങനെയായാലും നടക്കണം. അത് ഈ ഇവിടെയുള്ള ഈ മയക്കുമരുന്ന് മാഫിയക്ക് അവരുടെ ഒരു പ്രധാന വരുമാന മാർഗം ഇതായി തീർന്നു. ഈ ബോർഡറിലേക്ക് ഇത്രയും അഭയാർത്ഥികൾ വരുന്ന, അതുപോലെ ഈ നിയമവിധേയമായ അല്ലാതെ ക്രോസ് ചെയ്യാൻ പറ്റില്ല. അതായത് ഇല്ലീഗലായിട്ട് ക്രോസ് ചെയ്യുന്ന ആൾക്കാരെ അവർ പിഴിഞ്ഞ് പൈസ ഉണ്ടാക്കിയ. ഇനിയും അതുമല്ല, ഇതെല്ലാം കഴിഞ്ഞ് ഇനി മെക്സിക്കോയിൽ വന്നു. മെക്സിക്കോയിൽ നിന്ന് അവരെ അമേരിക്കയ്ക്ക് കടത്തി വിടണമെന്നുണ്ടെങ്കിൽ ഗ്യാങ്ങിനെ പറഞ്ഞ പേരുന്ന 3-4 ഗ്യാങ്ങുകളുണ്ട്. അതായത് ഗൾഫ് കർട്ടേൽ എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്, പിന്നെ ലൊസേത്താസ് എന്ന് പറഞ്ഞുണ്ട്. അങ്ങനെ 3-4 ഗ്യാങ്ങുകളുണ്ട്. ഓരോ ടെറിട്ടറി അവർ മാർക്ക് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ആ ടെറിട്ടറിയിൽ കൂടി പോകുന്ന ആൾക്കാർക്ക് ഇത്ര നിശ്ചിത എമൗണ്ട് എന്ന രീതിയിൽ ആദ്യമൊക്കെ $500 ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ലാസ്റ്റ് 5000. അതുപോലെ തന്നെ മറ്റു രാജ്യക്കാർ, അതായത് ഏഷ്യക്കാർ വരുമ്പോൾ അവർ അത് ഇരട്ടിയാക്കും.